വെസ്റ്റ് മിനിസ്റ്റർ അബിയിലെ ഒരു പുരോഹിതന്റെ ശവക്കല്ലറയുടെ മേൽ എഴുതി വെച്ച വാചകങ്ങളാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്: അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു, എൻ്റെ കൺവെട്ടങ്ങൾക്ക് പരിധികളില്ലായിരുന്നു, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്കതിന് കഴിയില്ല എന്ന് വൈകാതെ ഞാൻ മനസ്സിലാക്കി. ഞാൻ യുവാവായിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. എൻ്റെ രാജ്യത്ത് പരിവർത്തനത്തിൻ്റെ, മാറ്റത്തിൻ്റെ കൈത്തിരി കത്തിച്ചു വെക്കണം എന്നായിരുന്നു എൻ്റെ മോഹം. അനുഭവങ്ങൾ എൻ്റെ മുന്നിലേക്ക് പരിവരുത്ത യാഥാർത്ഥ്യങ്ങളായി കടന്നു വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഞെട്ടലോടെ എനിക്കതിന് സാധിക്കില്ല എന്ന്. പിന്നെ ഞാൻ മധ്യവയസ്കനായി. അന്ന് ഞാൻ ആലോചിച്ചത് എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പരിവർത്തിപ്പിക്കണം, അവരെ ഒന്ന് മാറ്റണം. പക്ഷെ അതിനും എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ വേദനയോടെ അറിഞ്ഞു. പിന്നീട് വാർദ്ധക്യം വന്നു. മരണക്കിടക്കയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നോക്കിയത് എന്നിലേക്കാണ്. എന്നെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. എൻ്റെ കുടുംബത്തെ സ്വാധീനിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു എങ്കിൽ രാജ്യത്ത് തന്നെ മാറ്റത്തിൻ്റെ കൈത്തിരി ഏന്താൻ കഴിയുമായിരുന്നു. എൻ്റെ രാജ്യത്ത് പരിവർത്തനമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് തന്നെ അതിൻ്റെ ഒരു അനുരണനം സൃഷ്ടിക്കാൻ എനിക്കാകുമായിരുന്നു. സാർ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണിത്. എവിടെ നിന്നാണ് മാറ്റം ആരംഭിക്കേണ്ടത്? നമ്മളെല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഈ ഒരു വിഷയത്തെ ഇത്ര ഗൗരവപൂർവം സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിച്ചത് പരസ്പരം കുറ്റപ്പെടുത്താനല്ല, ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കി തരികയായിരുന്നു. സർക്കാരിന് വേണമെങ്കിൽ, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇത് സാധാരണത്തെ പോലെ ഒരു അടിയന്തര പ്രമേയമാക്കി കണ്ടുകൊണ്ട് അതിനോട് പെരുമാറുന്നത് പോലെ പെരുമാറാമായിരുന്നു. അതിനു പകരം ഇത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഇത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു വലിയ വിപത്താണ് നമ്മുടെ നാടിൻ്റെ, സമൂഹത്തിൻ്റെ, പുതിയ തലമുറയുടെ എന്ന് തിരിച്ചറിയുന്നു സർക്കാർ. അതിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രവർത്തനം ഉണ്ടായാൽ പോരാ. ഏതെങ്കിലും ഒരാള് ഒന്ന് ശ്രമിച്ചാൽ തീരുന്നതല്ല പ്രശ്നം. ഈ സഭയോ സഭയിലുള്ള ആളുകളോ മാത്രം ശ്രമിച്ചാൽ തീരുന്നതല്ല പ്രശ്നം. വ്യക്തിയിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ട വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഈ വിഷയം നമ്മളോട് പറയുന്നത്. സാർ, ഞാൻ 12.5 വർഷം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഞാൻ സജീവമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഒരു ക്യാമ്പസിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് അതിൻ്റെ ആന്തരാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാതെ ഇന്നത്തെ പോലെ സമ്പന്നരുടെ മക്കൾ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിലുള്ള ഗ്യാങ്ങുകളുടെ കൂട്ടം ചേരൽ അന്നുണ്ടായിരുന്നു എങ്കിൽ ഞാനടക്കമുള്ള എത്രയോ ആളുകൾ മോശപ്പെട്ട പാതയിലേക്ക് തിരിഞ്ഞു പോകുമായിരുന്നു എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നമ്മളെ എല്ലാവരെയും ശരിയുടെ വഴിയിലേക്ക് നയിക്കുന്നതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം വളരെ വലിയ സഹായകമായി വർത്തിച്ചിട്ടുണ്ട്. 1994 തോന്നുന്നു കോടതി ഇടപെട്ടുകൊണ്ട് സ്കൂളുകളിൽ, അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ഭാഗമായപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയാടിസ്ഥാനത്തിൽ, കക്ഷി രാഷ്ട്രീയാടിസ്ഥാനത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പാടില്ല, അത് വിദ്യാർത്ഥികളെ മറ്റൊരു പാതയിലേക്ക്, മോശപ്പെട്ട വഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തെറ്റായ നിരീക്ഷണം നടത്തിക്കൊണ്ട് നിരോധിക്കുകയുണ്ടായി. സത്യത്തിൽ പുതിയ തലമുറയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് കൂലങ്കഷമായി നമ്മൾ ആലോചിച്ചാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങ് വന്ന കാലം മുതൽ ഇതുവരെയുള്ള കാലവും അതിനു മുമ്പുണ്ടായിരുന്ന കാലവും എത്രമാത്രം വ്യത്യസ്തവും വ്യതിരക്തവുമാണ് എന്ന് ആലോചിക്കുക. സാർ, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കപ്പെട്ടതോടെ സ്കൂളുകളിലെല്ലാം വലിയ അക്കാദമിക് നിലവാരമുണ്ടായോ? വിദ്യാലയങ്ങളിൽ നിന്ന് സയന്റിസ്റ്റുകൾ വളരെ കൂടുതലായിട്ട് വന്നോ? ഇല്ല സാർ. വിദ്യാർത്ഥി രാഷ്ട്രീയം നിലനിന്നിരുന്ന കാലത്ത് എത്രയാണോ നമ്മളുടെ വിദ്യാലയങ്ങൾ അക്കാദമികമായി മുന്നേറിയിരുന്നത് അത്ര തന്നെ ഇപ്പോഴും മുന്നേറുന്നുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. തെറ്റായിട്ടുള്ള ചില ധാരണകളാണ് മനുഷ്യരെ ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സാർ, വിദ്യാർത്ഥി രാഷ്ട്രീയം ശക്തമായിട്ടുള്ള സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകും. സത്യത്തിൽ നമ്മളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നമ്മളുടെ കുടുംബത്തിന് നമ്മൾ ഉപകാരപ്പെട്ടിരുന്നത് പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാത്ത ഇക്കാലത്ത് നമ്മളുടെ മക്കൾ നമ്മളുടെ കുടുംബത്തിന് ഉപകാരപ്പെടുന്നുണ്ടോ? നമ്മൾ
ഓരോരുത്തരും നമ്മളുടെ മനസാക്ഷിയോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. സാർ, ഒരുപാട് കാരണങ്ങളുണ്ട് പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾക്ക്. ലഹരിയിൽ മാത്രമായി നമുക്കതിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അധ്യാപകരിൽ മാത്രമായി അതിന്റെ ഉത്തരവാദിത്തം കെട്ടിയേൽപ്പിക്കാൻ കഴിയില്ല. ഭരണകൂടങ്ങളെ മാത്രമാക്കി നമുക്കതിൽ പഴിചാരി രക്ഷപ്പെടാനാവില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ആത്യന്തികമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു സ്ഥാപനത്തിലെ തന്നെ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോ ഒരേ സ്ഥാപനത്തിലെ വ്യത്യസ്ത ബാച്ചുകൾ തമ്മിൽ, മെക്കാനിക്കൽ ബാച്ചും നോൺ മെക്കാനിക്കൽ ബാച്ചും, ഓട്ടോമൊബൈൽ ബാച്ചും നോൺ ഓട്ടോമൊബൈൽ ബാച്ചും സംഘർഷങ്ങളിൽ ഏർപ്പെടുകയാണ്. പരമ്പരാഗതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ഒരു കലോത്സവത്തിൽ വ്യത്യസ്ത സ്ഥാപനങ്ങൾ തമ്മിൽ വല്ല സംഘർഷവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്തുടർച്ച വീണ്ടും വീണ്ടും നിലനിർത്തുന്ന പ്രവണത, വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ചടങ്ങുകൾ, ലഹരി ഉപയോഗവും അതിന്റെ വ്യാപനവും, ഓൺലൈൻ ഗെയിമുകൾ, ക്രിമിനൽ സ്വഭാവമുള്ള നല്ലൊരു ശതമാനം കുട്ടികൾ വരുന്നത് പിതാക്കന്മാരില്ലാത്ത, അവരുടെ രക്ഷിതാക്കൾ ഗൾഫിലോ മറ്റു മറുനാടുകളിലോ ജോലി ചെയ്യുന്ന വീടുകളിൽ തങ്ങൾക്ക് അപ്രമാദിത്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, വീട്ടിൽ യാതൊരു നിയന്ത്രണവും കുട്ടികൾക്കില്ലാത്ത അവസ്ഥ, വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ, അനുകമ്പ, കരുണ, സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ കുട്ടികളിൽ കുറഞ്ഞു വരുന്നത്, അധ്യാപകർക്ക് ഇടപെടാൻ സാധിക്കാത്ത സ്ഥിതി സ്കൂളുകളിലും കോളേജുകളിലുമുണ്ട്. എന്റെ ഭാര്യ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു പുരുഷ അധ്യാപകന് ചെന്ന് കുട്ടികളുടെ ഇടയിൽ നിൽക്കാൻ കഴിയുന്നില്ല. അവരെ രണ്ടു വശത്തേക്കും മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല. അവർക്കെതിരായി കേസുകൾ കൊടുക്കുന്നു. കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് സാധിക്കാത്ത സ്ഥിതി. നിരപരാധികളായ നിരവധി അധ്യാപകന്മാർ കുട്ടികളുടെ ഭാവി ആഗ്രഹിച്ചുകൊണ്ട് എടുത്ത മാർഗങ്ങൾ, നിലപാടുകൾ, അതിന്റെ പേരിൽ കോടതി കയറേണ്ടി വരുന്ന അവസ്ഥകൾ. സാർ, ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. സാർ, മക്കളെ ഉപദേശിക്കാൻ അർഹതയില്ലാത്ത രക്ഷിതാക്കളും നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉപദേശിക്കും സാർ? രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് മദ്യഷോപ്പിൽ പോയി കള്ളുമടിച്ചു വന്ന് വീട്ടിൽ ഭാര്യയോട് കശപിശ കൂടുന്ന ഭർത്താവിന് മകനെ ഉപദേശിക്കാൻ, പിതാവിന് മകനെ ഉപദേശിക്കാൻ എന്തർഹത? സിഗരറ്റ് വലിക്കുന്ന പിതാവ് മകനോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ ഏത് മകൻ കേൾക്കും? മക്കളെ ഉപദേശിക്കാനും രക്ഷിതാക്കൾക്ക് ഒരു യോഗ്യത വേണം. അതുപോലെ തന്നെ അധ്യാപകരും യോഗ്യതയുള്ളവരായിരിക്കണം കുട്ടികളെ ഉപദേശിക്കാൻ. സാർ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൈക്കുകളില്ലാതെ കുട്ടികൾ വരുന്നില്ല. 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ 15 വയസ്സാണ് കുട്ടിക്ക്. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും കുട്ടികൾ പഠിക്കുമ്പോൾ 16ാം വയസ്സ് 17ാം വയസ്സാണ്. 18 വയസ്സിലെ ലൈസൻസ് കിട്ടുകയുള്ളൂ. ലൈസൻസ് പോലും എടുക്കാത്ത കുട്ടികൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ ഈ സാമൂഹ്യ പ്രശ്നത്തിൽ തങ്ങളുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരാണ്. സാർ, ലഹരിക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കുമെതിരെ കോവിഡ് കാലത്ത് നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാരും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയൊരു പ്രയത്നം നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ദയവായി വീഡിയോ മുഴുവൻ കാണാതെ വൈകാരികമായി കമന്റ് ചെയ്യാതെ ഇരിക്കുക. ഇതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വോയിസ് ആണിത്. അവര് പുറത്തുവിട്ട, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ പുറത്തുവിട്ട വോയിസ് ആണ്. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ മറച്ചു വെക്കുന്നുണ്ട്. അതിനെപ്പറ്റിയെല്ലാം മുഴുവൻ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായിട്ട് കേൾക്കുക. ആദ്യം നമുക്ക് മീഡിയ ഫസ്റ്റ് പുറത്തുവിട്ട വോയിസ് ഒന്ന് കേട്ടു നോക്കാം. എന്നിട്ട് അതിന് മുന്നേ നടന്ന ഷഹബാസും പ്രതിയും തമാമിലും നടന്ന ചാറ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഈ ഞങ്ങൾ എന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് നോക്കും, ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ ഒന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സ് പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എംജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്.
ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഈ പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. ഇതില് നിങ്ങൾ കേട്ട പോലെ അവസാനം അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യങ്ങളായിരിക്കും. ഇത്രയും ചിന്തിക്കാൻ ബുദ്ധിയുള്ള ഇവർക്ക് ഈ ഒരു മെസ്സേജ് ഈ ഒരു തരത്തിൽ സെൻഡ് ചെയ്യാനുള്ള ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിവർക്ക് ശിക്ഷയിലെ ഇളവ് കിട്ടാൻ ഇവർ കളിച്ച ചെറിയൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ വോയിസ് ചാറ്റിലൂടെ കേൾക്കാൻ പോകുന്നത് മുഴുവൻ ഷഹബാസിന്റെ വോയിസ് മാത്രമാണ്. ഇങ്ങനെയാണ് വലിയ ചെൽച്ചീന് ഇതാ അവിടെ പോയിട്ടുറങ്ങാൻ കൊണ്ടാവൂ. നല്ല വലിയ ഡയലോഗ്. എന്റെ നമ്പർ ഞാനല്ലേ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ആട്ടുതരാം. ഈ നമ്പർ ഡിസ്റ്റന്റ് ഞാട്ടോ. ഓ ഇനി ഇങ്ങോട്ട് ഇറങ്ങി ചോദിച്ചപ്പോ എന്താ പറഞ്ഞു, ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ്. എന്നിട്ടാ ഞങ്ങൾ ഇറങ്ങാണ്ടിരുന്നു. ഞങ്ങൾ ഇത്ര നേരം ചുങ്കത്ത് പമ്പുണ്ടായിരുന്നു, മറ്റേ ജാവറിന്റെ അടുത്തല്ലേ. അന്നപ്പോ നിങ്ങള് മെഞ്ഞാന്നും വന്ന് ഞങ്ങൾ കാത്ത് നിങ്ങളെ വിളിച്ച് ഇന്നും വന്ന്. എന്നിട്ട് നിങ്ങളെ നിങ്ങൾ ഇപ്പൊ ഇറങ്ങിച്ചോടി, നിങ്ങൾ എപ്പോഴാ നിങ്ങൾക്ക് കൂടുന്ന വെച്ചാ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോ വരാം. വാ ആടെ വേറെ സാധനം എനിക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ടോ വാ, എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചു തരാം. എന്നോട് അതിനാരോ കാണിച്ചു കൊടുക്കാണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ഇനി ഡയലോഗ് അടിച്ചല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേത്തും തൊള്ള ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ വരും എടുക്ക്. എപ്പം വരുന്നുണ്ട് നീ ഇപ്പം ഇറങ്ങടോ, ഇപ്പം ഇറങ്ങ്. എന്നോട് ഇപ്പം ഇറങ്ങല എടുക്കൂ. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഒന്നൊന്ന് എടുക്ക്, ഞങ്ങൾ വിളിക്കാം. ഒന്ന് എടുക്ക്. ഇനി വരണമെന്നില്ല, വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒന്ന് എടുക്ക്. വരല്ലോ ഞങ്ങൾ എന്തോരാ കാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാറിഞ്ഞ് വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ. ദാടിന്ന് എനിക്ക് പേടിയാണ്. ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞാർന്ന് വിളിച്ചാൽ അന്നപ്പോ ഇവിടെ വരണം. ഞങ്ങൾ നിങ്ങളെപ്പോ വിളിച്ചോ, നിങ്ങളിപ്പോ അന്ന് രാത്രി 12 മണിക്ക് വിളിച്ചോ, ഞങ്ങൾ അടുത്തു. ആരാന്നിപ്പോ എന്നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലേ. ഞങ്ങൾ ഓനെ തല്ലു. ഇനി എന്നിട്ട് ഒന്ന് കൊല്ലി ബാക്കി ഇന്നിട്ട് കാണാം. ഓനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു ഉറപ്പങ്ങൾ. നേരെ വന്നാ തല്ലു. പറീനെയൊക്കെ ഞാൻ തല്ലു. എനിക്കൊന്നും പറയാണ്ടോ. ഇനി ആണാണെ കോരങ്ങാട്ടെ കയറും. അല്ലെ ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വാ, എന്നോട് നടക്കല്. ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് എനിക്ക് തൊള്ളർക്ക് നേർക്ക് നിങ്ങൾ എന്തായാലും വരില്ലായിരിക്കും. അല്ലെ വിളിച്ചാന്ന് എടുക്ക്. അല്ലാണ്ടീറ്റ ഓരോ തോന്നിയാസം പറഞ്ഞു ഒഴിഞ്ഞു പറഞ്ഞു. ലേശം നിങ്ങൾ ചെലച്ചേനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്ന് വാ വിളിക്കുന്നിടത്തേക്ക്. ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂല, ഞങ്ങൾ MJ മാത്രമേ വരൂ. പിന്നെ ഞാൻ തല്ലു. ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലു ഉറപ്പാ. ഞാൻ തല്ലു ഉറപ്പാ. ഇനി ഇന്നൊരു കൊല്ലുന്നോ എനിക്ക് കാണണം. എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഷഹബാസ് പറയുന്നുണ്ട് നീ എന്നെ കൊല്ലുന്ന എനിക്കൊന്ന് കാണണം. അപ്പോൾ ഇവർ സെൻഡ് ചെയ്ത വോയിസിൽ എന്തോ ഇവർ അൺസെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് ചിലപ്പോൾ ഈ ഒരു വോയിസ് അവർ പ്രതികൾ അയച്ച വോയിസിലായിരിക്കും ആ ഒരു മെസ്സേജ് ഉണ്ടാകുക. എന്തായാലും അവർ അവരുടെ സൈഡ് ക്ലിയർ ചെയ്തിട്ടാണ് ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ ഒരു തെളിവ് ഇപ്പോൾ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ ചാറ്റ് അല്ലെങ്കിൽ ഈ ഒരു തെളിവുകൾ പ്രതികളുടെ കുടുംബക്കാരോ പുറത്തുവിട്ട തെളിവുകളാണ്. ഇതില് പ്രതികളുടെ സൈഡ് ക്ലിയർ ആക്കിക്കൊണ്ട് അവരുടെ വോയിസ് പ്ലേ ചെയ്യുന്നില്ല. അതുമല്ല ഇൻസ്റ്റഗ്രാം ആണ്, നമുക്ക് മെസ്സേജ് അൺസെൻഡ് ചെയ്യാൻ പറ്റും. ഇതിനു മുന്നേയും എന്തെല്ലോ നടന്നിട്ടുണ്ട്, അതെല്ലാം അൺസെൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഇവരുടെ വോയിസ് ഇവർ പ്ലേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഷഹബാസ് തിരിച്ച് മറുപടി പറയുമ്പോൾ നിങ്ങൾ നമ്മളെ കൊല്ലുന്നു എന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരെന്തോ ഒരു വെല്ലുവിളി ഇതിനു മുന്നേ നടത്തിയിട്ടുണ്ട്. അതിന് മറുപടിയായിട്ടാണ് ഷഹബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ ടൈമിലും ചെറിയ ചെറിയ വഴക്കോ അടിയെല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത് അതിനേക്കാൾ ഒരു പടി മുകളിലോട്ട് പോയിരിക്കുകയാണ്. ഇവർ ഈ ഒരു കാര്യത്തിനായി പ്രത്യേക ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ മാക്സിമം അഗ്രഷൻ അവർ തമ്മാമിൽ പറഞ്ഞും അടിച്ചും തീർത്തിരിക്കുകയാണ്. കുറച്ചു ദിവസം മുന്നേ ഈ ഒരു പ്രതിയും ഷഹബാസും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. എടാ ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു, ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ്. ഈ ഒരു അഗ്രഷന്റെ പുറത്ത് ഇങ്ങനെ വെല്ലുവിളികൾ നടത്തി ഒരാഴ്ച പ്ലാൻ ചെയ്ത് സ്വന്തം കൂട്ടുകാരനെ തന്നെയാണ് അടിച്ചു കൊന്നിട്ടുള്ളത്. ഇത് കാണുന്ന പാരന്റ്സ് നിങ്ങളെ കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നാ നടക്കുന്നത് നോക്കുക. സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം ഇപ്പൊ ഇവര് വാട്സപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ഊതിപ്പെരിപ്പിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മക്കളുടെ സ്കൂളിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇവരെ തോട്ട് പ്രോസസ് എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇവരതിനെ വലിയൊരു ഗ്യാങ് വാർ പോലെയാണ് കാണുന്നത്. അപ്പൊ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നാളെ നിങ്ങളെ വീട്ടിൽ ഒരു ഷഹബാസ് ഇല്ലാണ്ടൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ
ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.